കണ്ണൂർ ജില്ലയിലെമ്പാടും അതിശക്തമായ മഴ തുടരുകയാണ്. മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റ് വീശുന്നു. മഴയിലും കാറ്റിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം വീണും കാറ്റത്ത് വീടിന്റെ മേൽക്കൂര തകർന്നു വീണും വീടുകൾ ഭാഗികമായോ പൂർണ്ണമായോ നശിച്ചിട്ടുണ്ട്. നെടുമ്പോയിൽ ഒരു വീടിന് മുകളിലേക്ക് മരം അടർന്നു വീണ് ആ വീട്ടിലെ 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. മാതാപിതാക്കൾക്കും മകൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. അവർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് എളയാവൂരാണ്. നോക്കൂ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിന്റെ മറ്റും മേൽക്കൂര അതിശക്തമായി വീശിയെടുത്ത ചുഴലിക്കാറ്റിൽ പറന്നു പോകുന്ന സാഹചര്യമുണ്ടായി. ഈ ഭാഗത്ത് വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം അടർന്നു വീണിരിക്കുന്നു. ഒപ്പം ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ ഭാഗത്ത് തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇവിടെ വൈദ്യുതി ബന്ധം കഴിഞ്ഞ രാത്രി മുതൽ പൂർണ്ണമായും താറുമാറാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും റോഡിലേക്ക് അടർന്നു വീണിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ, ഈ നാട്ടുകാരനാണ്. എന്തായിരുന്നു? നല്ല കാറ്റാണ്, അടിപൊളി കാറ്റായി. നല്ല 2 ആൾക്ക് പേക്ക് പറ്റി. ഒരാള് ഐസൂലയില്, ഒരാള് 2 ആൾ ഐസൂലയില്. ഒരുപാട് വീടുകൾ പോയോ? കുറെ ആള് വീട് പോയി. വീടെല്ലാം പോയി. വീടിന്റെ മേൽക്കൂര പോയി. മേൽക്കൂര പോയി. ഇന്നലെ എപ്പോഴായിരുന്നു ഈ കാറ്റ്? 9 മണി രാത്രി 9 മണിയാകുമ്പോൾ. രാത്രിയോട് കൂടിയാണ് അതിശക്തമായ കാറ്റ് വീശിയടിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു ബ്രെഡ് നിർമ്മിക്കുന്ന കമ്പനിയുണ്ട്. അവിടുത്തെ 2 ജീവനക്കാർക്ക് ഇന്നലെ ഇടിമിന്നലിൽ പരിക്കേറ്റിരിക്കുന്നു. 2 പേരും ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിരവധി ഇടങ്ങളിൽ നിന്ന് ഇതിന് സമാനമായ തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ശ്രീകണ്ഠാപുരം മേഖലയിൽ, ഒപ്പം ചുക്ലി, അങ്ങനെ അത്തരത്തിൽ നിരവധി ഇടങ്ങൾ, അവിടങ്ങളൊക്കെ അതിശക്തമായ കാറ്റ് വീശിയിരിക്കുന്നു. മലയോര മേഖലയിലൊക്കെ ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കൃത്യമായൊരു നാശനഷ്ടമൊന്നും കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഈ വീടുകൾക്ക് മുകളിലേക്കും മറ്റും വീണിരിക്കുന്ന മരങ്ങളും മറ്റും മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം റോഡുകളിലേക്ക് വീണ് കിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി ബന്ധം ഏതാണ്ട് പൂർണ്ണമായും ജില്ലയിലെമ്പാടും താറുമാറായ അവസ്ഥയാണ്. ഇലക്ട്രിസിറ്റി വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലായും ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂർ നഗരത്തിലടക്കം ഇന്നലെ രാത്രി ഏറെ വൈകിയും വൈദ്യുതി ബന്ധം താറുമാറായിരുന്നു. പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി നഗരങ്ങളിൽ പോലും പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം പറയേണ്ട ഒരു കാര്യം കുപ്പ മേഖലയിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുപ്പത്ത് അവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലം, അവിടെ ദേശീയപാതയുടെ മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. ഒപ്പം കുപ്പം പുഴയിൽ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നു. എന്തായാലും ഇപ്പോഴും ദേശീയപാതയിൽ കുപ്പത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാഹനങ്ങൾ ഇപ്പോഴും വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി ഇടങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിലാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അത് കൃത്യമായി ഇപ്പോഴും കൃഷി വകുപ്പിന് കണക്കാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും പലയിടങ്ങളിലും മഴ അതിശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്.